ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തു വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള ഡിഷസ് ഒക്കെ ഉണ്ടോയെന്ന്. ഞാനപ്പോൾ ഇന്നൊരു വെയിറ്റ് ലോസ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. അതിന് വേണ്ടി 7-8 ചെമ്മീനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും പിന്നെ ഒരു ഹാഫ് ലൈമിൻ്റെ ലൈം ജ്യൂസും ആഡ് ചെയ്ത് ഇത്തിരി സോൾട്ടും ഇട്ട് ഇത് ഒരു 20 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിന്നിവിടെ റൈസിന് പകരം എടുത്തിരിക്കുന്ന ക്വിൻവ വെച്ചിട്ടുള്ള ഫ്രൈഡ് റൈസ്, അതായത് ഫ്രൈഡ് ക്വിൻവ എന്ന് പറയാം. അപ്പോൾ 2 കപ്പ് ക്വിൻവ ഒരു 3 to 4 കപ്സ് ഓഫ് വാട്ടറിനകത്ത് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. ക്വിൻവ കൊണ്ടിട്ട് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ഹൈ ഇൻ പ്രോട്ടീനാണ്, പിന്നെ ഹൈ ഇൻ ഫൈബറാണ്. ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഷുഗറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് കഴിച്ചാൽ വിശക്കുകയില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് നമ്മുടെ ക്വിൻവ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇത് തണുക്കാനായി മാറ്റി വെക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ഒരു 5 to 6 ഗാർലിക് നന്നായിട്ട് ചോപ്പ് ചെയ്ത് അതിനകത്തിടുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷ്രിമ്പ് അല്ലെങ്കിൽ ചെമ്മീൻ നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഷ്രിമ്പ് ഇപ്പം നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് കുക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ഒക്കെ റെഡിയാവും. അപ്പോൾ അത് റെഡിയായി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വെജിറ്റബിൾസാണ്. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, അതായത് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മഷ്റൂംസ് 1.5 കപ്പ്, ബ്രോക്കലി 1.5 കപ്പ്. നിങ്ങളുടെ കൈവശം ഈ വെജിറ്റബിൾസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ച് നമുക്കിത് കുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുക, എന്നിട്ടിത് സോട്ടേ ചെയ്യുക നന്നായിട്ട്. ബ്രോക്കലി ആണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് കുക്ക് ചെയ്യാൻ പാടില്ല. അത് ഓവർ കുക്കായാൽ അതിൻ്റെ എല്ലാ ന്യൂട്രിയൻസ് നഷ്ടപ്പെടും. അപ്പോൾ അതൊന്ന് നമുക്ക് കടിക്കാൻ പറ്റുന്ന പാകത്തിന് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ബ്രോക്കലി മഷ്റൂംസും കുക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് ഒരു റെഡ് ഓണിയൻ ചോപ്പ് ചെയ്തത്, ഒരു ക്യാപ്സിക്കം അല്ലെങ്കിൽ ബെൽ പെപ്പർ, ഞാൻ റെഡ് കളറാണ് എടുത്തേക്കുന്നത്, അതും ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും ആഡ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 1/2 കപ്പ് പൈനാപ്പിൾ അതിലേക്ക് ആഡ് ചെയ്യുക. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഡയബറ്റിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പൈനാപ്പിളിൻ്റെ എമൗണ്ട് കുറയ്ക്കാം, അധികം ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന 2 കപ്പ് ക്വിൻവ അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രോക്കലി മഷ്റൂംസും കൂടെ ആഡ് ചെയ്യുക. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ, ബിക്കോസ് ക്വിൻവ ഓവർ കുക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിലേക്ക് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഷ്രിമ്പ് അല്ലെങ്കിൽ ചെമ്മീനും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്യുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതൊരു ഹൈ പ്രോട്ടീനായിട്ടുള്ളൊരു മില്ലറ്റാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് കഴിച്ചാൽ വിശക്കയില്ല, എപ്പോഴും നമ്മുടെ വയറ് ഫുള്ളായിട്ട് തോന്നും. ഇനി ഫ്രൈഡ് ക്വിൻവയിലേക്ക് ആഡ് ചെയ്യേണ്ട സോസ് എന്താണെന്ന് നമുക്ക് നോക്കാവേ. അപ്പോൾ അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ സോയ സോസ്, ലോ സോഡിയം ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഫിഷ് സോസ് അല്ലെങ്കിൽ ഓയിസ സോസും 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മുടെ ഫ്രൈഡ് ക്വിൻവ മിക്സിലേക്ക് ആഡ് ചെയ്ത് ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് ഒരു 2-3 എഗ് വൈറ്റും കൂടി ആഡ് ചെയ്യുക. എന്നിട്ടിത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ബ്ലാക്ക് പെപ്പർ പൗഡറും ഇത്തിരി സോൾട്ടും കൂടി ആഡ് ചെയ്ത് നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണേ. അതിനുശേഷം നമ്മുടെ ഈ സ്ക്രാമ്പിൾ എഗ്ഗും കൂടി ആഡ് ചെയ്ത് ഫ്രൈഡ് ക്വിൻവ നമുക്ക് സെർവ് ചെയ്യാം. ഇതൊരു നമ്പർ 1 വെയിറ്റ് ലോസ് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സ്നേഹത്തോടെ സ്നേഹിക്കുന്നവർക്ക്